പാകിസ്ഥാൻ ചാരയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ജ്യോതി മൽഹോത്ര എന്ന ട്രാവൽ വ്ളോഗർ കേരളത്തിലെത്തിയതിന് ആദ്യം പൊല്ലാപ്പിലായത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണെങ്കിൽ ഇപ്പോഴത് BJPക്ക് എട്ടിന്റെ പണിയായിരിക്കുകയാണ്. ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിന്റെ പേരിൽ ആദ്യം മന്ത്രി റിയാസിനെയും കേരള സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ച BJP ഇപ്പോൾ സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുകയാണ്. വിവാദം നൈസായി മുക്കിക്കളയാനാണ് ഇപ്പോൾ BJP നേതാക്കൾ പാടുപെടുന്നത്. വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് 2023 ജ്യോതി കേരളത്തിലെത്തിയ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജ്യോതി വന്നതായിരുന്നില്ല അതിലെ പ്രധാന വാർത്ത. മറിച്ച് BJP നേതാവും അന്നത്തെ കേന്ദ്ര സഹമന്ത്രിയുമായ V മുരളീധരനും അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഉൾപ്പെടുന്ന വീഡിയോ ആയിരുന്നു അത്. അതിനുശേഷം പിന്നെ ജ്യോതി എന്നും തീയെന്നും പറഞ്ഞ് ഈ നേതാക്കൾ ആരും ഈ വഴിക്ക് വന്നിട്ടില്ല. ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് റിയാസിനെയും ടൂറിസം വകുപ്പിനെയും ശക്തമായി വിമർശിച്ച സുരേന്ദ്രനാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. ഈ വിവാദങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ചാരവൃത്തിക്ക് ജ്യോതി മൽഹോത്ര അറസ്റ്റിലായി ദിവസങ്ങൾക്കു ശേഷം ഇവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് കേരള സർക്കാരും ടൂറിസം വകുപ്പുമാണെന്ന ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് K സുരേന്ദ്രനാണ്. പിണറായി വിജയന്റെ മരുമകൻ നിയന്ത്രിക്കുന്ന കേരള ടൂറിസമാണ് പാക് ചാരവനിതയുടെ കണ്ണൂർ ട്രിപ്പ് സ്പോൺസർ ചെയ്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ആരെയാണ് ജ്യോതി മൽഹോത്ര കണ്ടത്? എവിടേക്കാണ് പോയത്? എന്തായിരുന്നു അജണ്ട? എന്തുകൊണ്ടാണ് പാക് ചാരവനിതയ്ക്ക് കേരളം പരവതാനി വിരിച്ചത്? തുടങ്ങിയ ചോദ്യങ്ങളും സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. വിവാദങ്ങൾ ചൂടുപിടിച്ചപ്പോൾ മുമ്പത്തെ എക്സ് പോസ്റ്റ് പൊക്കിപ്പിടിച്ച് സുരേന്ദ്രൻ വീണ്ടും എത്തിയിരുന്നു. ഇന്നലത്തെ വീഡിയോയ്ക്ക് പിന്നാലെ ജ്യോതിയെ താൻ ക്ഷണിച്ചിട്ടല്ല വന്നതെന്നും സംസ്ഥാന സർക്കാരിനെ രക്ഷപ്പെടാനാണ് തന്റെ പേര് വലിച്ചയക്കുന്നതെന്നുമായിരുന്നു മുരളീധരന്റെ മറുപടി. പക്ഷേ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണമൊന്നും വന്നിട്ടില്ല. BJPയെ പ്രതിക്കൂട്ടിലാക്കി സന്ദീപ് വാര്യർ കൂടി രംഗത്തെത്തിയപ്പോൾ നേതാക്കൾ കുറച്ചുകൂടി പ്രതിരോധത്തിലാകുകയാണ്. മുരളീധരന് ജ്യോതിയെ അറിയാമെന്നാണ് സന്ദീപ് പറയുന്നത്. മാത്രമല്ല BJPയെ പ്രതിരോധത്തിലാക്കുന്ന മുനവെച്ച കുറച്ച് ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ജ്യോതിയെ ചാരയാണെന്ന് അറിയാതെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് നേരത്തെ തന്നെ റിയാസ് വ്യക്തമാക്കിയതാണ്. ജ്യോതി മൽഹോത്ര അപകടകാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വരവ് തടയുമായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തത BJPക്ക് വന്നിട്ടില്ല. BJPയോടൊപ്പം ചില ആളുകൾക്കും മനസ്സിലായിട്ടില്ല. ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതിന് റിയാസ് ഉത്തരം പറയണമെന്നായിരുന്നു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പ്രതികരണം. ജ്യോതി റിയാസുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് PV അൻവറും ആരോപിച്ചിരുന്നു. എന്നാൽ വിഷയത്തിൽ ഉത്തരവാദിത്തത്തോടെ ഇടപെട്ടത് പ്രതിപക്ഷ നേതാവാണ്. ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നതിൽ ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ കുറ്റപ്പെടുത്തുന്നില്ലെന്നായിരുന്നു സതീശന്റെ പ്രതികരണം. ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വ്ളോഗറെ കേരളത്തിലേക്ക് വിളിക്കില്ലെന്നും സതീശൻ വ്യക്തമാക്കിയിരുന്നു. ജ്യോതി വിവാദത്തിൽ ഇപ്പോൾ ഡിഫൻഡിലായിരിക്കുകയാണ് BJP എന്ന് നിസ്സംശയം പറയാം. റിയാസിനോളം BJP നേതാക്കൾക്ക് ചോദ്യമുനയിൽ നിൽക്കേണ്ടി വരുന്നില്ലെങ്കിലും വീഡിയോയുടെ കാര്യത്തിൽ അവർ വിശദീകരണം നൽകേണ്ടി വരുമെന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ ചർച്ചയായ കേസിൽ ഒരു സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തി സമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഈ സാഹചര്യത്തിൽ